കേന്ദ്ര സഹകരണ രജിസ്ട്രാറുടെ നിയന്ത്രണത്തിലുള്ള മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളുടെ സാമ്പത്തിക തട്ടിപ്പ് കേരളത്തിൽ ഒരു തുടർക്കഥയായി തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇതിൽ അവസാനത്തെ ഒരു തട്ടിപ്പ് കഴിഞ്ഞ ആഴ്ച പുറത്തുവന്നിരുന്നു. 250 കോടി രൂപയുടെ നിക്ഷേപ തട്ടിപ്പ് നടന്നതായി അന്വേഷണം നേരിടുന്ന സതേൺ ഗ്രീൻ ഫാമിംഗ് ആൻഡ് മാർക്കറ്റിംഗ് മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ഒടുവിലത്തെ ഉദാഹരണം. കണ്ണൂരിലെ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സംഘമായ ഇന്ത്യൻ കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിയിലും നേരത്തെ ക്രമക്കേടുകൾ കണ്ടെത്തിയിരുന്നു. കേന്ദ്ര നിയമത്തിന് കീഴിലുള്ള സംഘങ്ങൾ ആയതിനാൽ സംസ്ഥാന സർക്കാരിന് ഈ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കാൻ അധികാരമില്ല. കേരളത്തിൽ സാധാരണ സംഘങ്ങൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ NOC വേണമെന്ന് ആയിരുന്നു ആദ്യത്തെ വ്യവസ്ഥ. എന്നാൽ കേന്ദ്രത്തിൻ്റെ സഹകരണ നിയമം വന്നപ്പോൾ ഈ വ്യവസ്ഥ മാറി. കേരളത്തിൽ ഇത്തരത്തിൽ ഏകദേശം 105ഓളം മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ പ്രവർത്തനം നടത്തുന്നുണ്ടെന്നാണ് അറിയുവാൻ സാധിച്ചത്. ഈ സംഘങ്ങൾക്ക് ഇതിൻ്റെ അംഗങ്ങളിൽ നിന്ന് മാത്രമേ ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കാൻ അധികാരമുള്ളൂ. എന്നാൽ ഉയർന്ന പലിശ വാഗ്ദാനത്തിലൂടെ മാർക്കറ്റിംഗ്, കാർഷിക ഉൽപ്പന്നം സംസ്കരണം, ഹൗസിംഗ്, ഫിഷറീസ് തുടങ്ങിയ മേഖലയിലൊക്കെ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ തുടങ്ങാം. പിന്നീട് പല സംരംഭങ്ങളുടെ പേരിൽ ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്ത് നിക്ഷേപം സ്വീകരിച്ചാണ് തട്ടിപ്പ് നടത്തുന്നത്. എന്നാൽ രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ കേരളയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും പ്രശ്നം നേരിട്ട് പൂട്ടേണ്ടി വന്നാൽ കേരള ഗവൺമെൻറ് സ്ഥാപനമായ കേരള കോഓപ്പറേറ്റീവ് ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം അനുസരിച്ച് 5 ലക്ഷം രൂപ വരെയുള്ള നിക്ഷേപകർക്ക് ഈ സ്ഥാപനം ഗ്യാരണ്ടി നൽകുന്നു. ഇത് റിസർവ് ബാങ്കിൻ്റെ ഉപസ്ഥാപനമായ ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ കൊമേഴ്ഷ്യൽ ബാങ്കുകളിലുള്ള നിക്ഷേപങ്ങൾക്ക് നൽകുന്ന 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറിന് തുല്യമാണ്. കേരള ഗവൺമെൻറ് നൽകുന്ന ഈ ഇൻഷുറൻസ് കവർ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിൽ നിങ്ങൾ നടത്തിയിരിക്കുന്ന നിക്ഷേപങ്ങൾക്ക് ലഭ്യമല്ല. നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം ഗവൺമെൻറ് നിയന്ത്രണത്തിലുള്ളതോ അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിയന്ത്രിക്കുന്നതോ ആയ സ്ഥാപനങ്ങളിൽ മാത്രം നിക്ഷേപം നടത്തുവാൻ ശ്രമിക്കുക. ഉയർന്ന പലിശ വാഗ്ദാനം നൽകി ഏജന്റുമാർക്ക് വലിയ കമ്മീഷൻ നൽകിയാണ് ഇതേപോലെയുള്ള സ്ഥാപനങ്ങൾ സാധാരണക്കാരായ ജനങ്ങളിൽ നിന്ന് പണം സ്വരൂപിക്കുന്നത്. ഇനിയും ഇതുപോലെയുള്ള തട്ടിപ്പുകൾക്ക് ഇരയാകാതെ നിങ്ങളുടെ പണം വളരെ സുരക്ഷിതമായി നിക്ഷേപം നടത്തുവാൻ ശ്രദ്ധിക്കുക. ഈ വീഡിയോ തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രകാശ്.